മത്തി കിട്ടിയാൽ ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഇതേപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പത്തലിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ ഏതിൻ്റെയും കോപം അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നുള്ളത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കാനുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ തക്കാളി. നമ്മൾ എങ്ങനെയാണോ നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ തോന്നുന്നത് അതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തപ്പോൾ നമുക്ക് ഈ കൺസിസ്റ്റൻസി കിട്ടും. ഇനി നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേറൊരു പാൻ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമുക്കിതിൽ കടു ഒന്നും താളിക്കാനൊന്നുമില്ല. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 5-6 വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 കഷ്ണം തക്കാളി, അത് നമ്മൾ കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പം ഈ സമയത്ത് തന്നെ നല്ല മണമൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി നമ്മൾ നേരത്തെ അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സി കഴുകിയ വെള്ളം അതും കൂടി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു ഏകദേശം 1 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉപ്പും ചേർത്തിട്ട് അടച്ച് വയ്ക്കാം. ഇനി നമ്മൾ എടുക്കേണ്ടത് പുളിയാണ് കേട്ടോ. ചക്കര പുളിയില്ലേ, അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചിടുക. കുറച്ച് ചൂടുവെള്ളത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അതിന് നന്നായിട്ട് കുഴച്ചിട്ട് അതിൻ്റെ പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ തിളക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ മുളകിൻ്റെ കൂട്ടിലേക്ക് ഇത് പിഴിഞ്ഞിട്ട് ഒഴിക്കുക. അപ്പോൾ നമ്മൾക്ക് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും തിളപ്പിച്ചിട്ട് നമ്മുടെ മുളകിൻ്റെത് വറ്റണം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഈസിയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി തീരും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ കറി നമ്മൾ അപ്പം തന്നെ കൂട്ടാൻ പാടില്ല. കുറച്ച് കഴുകിയിട്ടൊക്കെ കൂട്ടണം. അതല്ലെങ്കിൽ കുറച്ച് രാവിലെ കൂട്ടണം. അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ലാസ്റ്റ് നമ്മൾ മീൻ വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ 2-3 വെളുത്തുള്ളിയും ചതച്ചിട്ട് കൂടി ചേർത്ത് കൊടുക്കുക. സംഭവം സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത് F35.